യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരു കുലുക്കമില്ലല്ലോ. നിനക്ക് ചിരിക്കാനല്ലേ മടി? എന്നാ പിന്നെ നിന്നെ ഒന്ന് ചൊടിപ്പിച്ചളയാം. ഇഷ്ടപുരുഷൻ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോയാൽ ഏത് പെണ്ണിനും ദേഷ്യം വരും. ഇപ്പൊ കാണിച്ചുതരാം. ഹലോ, ഹായ്. ആരാ? ഞാൻ ആരാണെന്ന് പിന്നെ പറയാം. അതിനു മുമ്പൊന്ന് ചോദിച്ചോട്ടെ, എന്താ ഇവിടെ? അതും ഒറ്റയ്ക്ക്? അറിഞ്ഞിട്ട് എന്ത് വേണം? അങ്ങനെ പറയല്ലേ. ഒരുപാട് നാളായി ഞാനിങ്ങനെ പുറകെ നടക്കല്ലേ. ഇന്നാണ് സൗകര്യത്തിനൊത്ത് കിട്ടിയത്. എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടം. ആണോ? കൊള്ളാലോ. ഇയാളാരാ? എന്റെ ഉദ്ദേശം നല്ലത് തന്നെയാ. കുട്ടിക്ക് സമ്മതമാണെങ്കിലേ ഞാൻ വീട്ടിലേക്ക് വന്ന് പെണ്ണ് ചോദിക്കാം. ഓഹോ, അപ്പൊ അതുവരെയൊക്കെ ചിന്തിച്ചല്ലേ? അതെ, ഞാനൊന്നും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാറില്ല. ഞാനും അങ്ങനെ തന്നെയാ, ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കാറില്ല. സുമേഷ് ഏട്ടാ, ഒന്നിങ്ങി വന്നേ. ഇയാൾ കുറെ നേരമായിട്ട് എന്റെ അടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നു. എന്താ എന്താ വീണേ? എന്താ പ്രശ്നം? ഇയാൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന്. എന്താണോ എന്റെ പ്രശ്നം? അയ്യോ ബ്രദർ, ഞാൻ വെറുതെ തമാശക്ക് തന്നെ ഞാൻ വിടില്ല. കാര്യം പറയണോ? എന്താണോ എന്താണോ പ്രശ്നം? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഞാനൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട്. അല്ല അല്ല, ഞാൻ അതുകൊണ്ടല്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാം. ജീവിക്കുന്ന നീ വഴിയായിരിക്കും അല്ലേ? അയ്യോ അല്ല, നിനക്ക് വേറെ ആരും കിട്ടില്ലല്ലേ തമാശക്ക് പറഞ്ഞാന്ന് പറഞ്ഞില്ലേ? കാല് പിടിക്കാം. പ്ലീസ് പ്ലീസ്. അയ്യോ അടിക്കല്ലേ. അയ്യോ ബ്രദർ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഞാനൊന്ന് പറയട്ടെ എന്റെ പൊന്നു സഹോദര, നിങ്ങൾക്കിത് കുറെ നാൾ മുമ്പ് ആയിക്കൂടെ ആയിരുന്നോ? എങ്കിൽ ഈ ഭാരം എനിക്ക് ചുമക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എന്താ എന്തോന്ന്? അവള് കേൾക്കാനൊന്നും പോകുന്നില്ല. അവള് കേട്ടു ബ്രദർ. സോറി ബ്രദർ, എന്റെ ഭാവി വധുവിനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചത്. ഇതാ എന്റെ ഭാവി വധു. ഭാവി വധു, ഭാവി വരൻ. അതെ,
ബ്രദർ വീണ ഒന്ന് പോടാ. വീണ പിണങ്ങല്ലേ. അയ്യോ വീണ. എന്തായാലും അയാളുടെ കാര്യത്തിനൊരു തീരുമാനമായി. എന്തായാലും താൻ ഹാപ്പി ആയല്ലോ. എന്നാ നമുക്ക് പോവാം. വാ. അയ്യോ. ഓ കുന്തം പിടിക്കാനായിട്ട് തൽക്കാലം അവൻ പറയുന്നത് പോലെ അനുസരിക്കുന്ന ബുദ്ധി. എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം. ഓ, കഷ്ടകാലത്തിന് അവൻ ആ വീഡിയോ ഭാവനയുടെ സൂര്യയുടെ കയ്യിലെത്തിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. മോനീ മോനെ, അവന്റെ കടപ്പ് കണ്ടില്ലേ? നോക്കിക്കോ, നിന്നെ ഇവിടെ വാഴിക്കാൻ ഞാൻ. എത്രയും പെട്ടെന്ന് നീയും പല്ലവി മോളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ട് അവക്ക് നല്ല സമ്പത്തുള്ള വീട്ടിലെ പയ്യനെയും കണ്ടെത്തും, കല്യാണം നടത്തും. ഓ മോനെ മോനെ എണീക്ക്, കോഫി കുടിക്ക്. മോനെ എണീക്ക്, സമയം ഒരുപാടായി. എണീക്കട. പല്ലവിയായിരുന്നു. പല്ലവി ഈശ്വര ചതിച്ചോ? ഇവളെന്തിനാ ഈ മുറി വന്ന് കിടക്കുന്നത്? പല്ലവി എണീക്കാൻ. എണീക്കാൻ. എണീക്കടി. എന്താ അമ്മേ, ഞാനൊന്ന് കിടന്നോട്ടെ. എന്താടി നിന്നോട് ആരാ ഈ മുറി വന്ന് കിടക്കാൻ പറഞ്ഞത്? ആരും പറഞ്ഞില്ല, ഞാൻ തന്നെ വന്ന് കിടന്നതാ. എന്റെ മുറിയിലെ AC വർക്കാവുന്നില്ല. അതുകൊണ്ട് 2 ദിവസമായിട്ട് ഞാൻ ഇവിടെയാ കിടക്കുന്നത്. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെ ഈ കേക്കുന്നേ? അപ്പൊ നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ? ഞാനാരും പറ്റിച്ചൊന്നുമില്ല. എനിക്ക് ഉറക്കം വന്നപ്പോ ഞാൻ വന്ന് കിടന്നു. അപ്പൊ അവൻ എവിടാ കിടന്നത്? ആ മോനി ഇവിടെ തന്നെ. ഇവിടെയോ? അപ്പൊ നീ മോനിയും? അയ്യോ, എന്താടി ഇത്? അമ്മേ, അമ്മ വാതിലൊന്ന് അടച്ചേക്ക്. എനിക്ക് നല്ല ക്ഷീണം. ഞാൻ ഒന്ന് കിടന്നോട്ടെ. ഇനി ഇവിടെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടില്ല. മര്യാദയ്ക്ക് നിന്റെ മുറി കിടന്നുറങ്ങിക്കോണം. അമ്മ പോ. പാപ്പേട്ട, നമ്മുടെ മോള് നമ്മളെ ചതിച്ചു. പാപ്പേട്ട, എന്തോന്ന് നമ്മുടെ മോള് ചതിച്ചെന്നു? അവൾ എന്ത് ചെയ്യുന്ന? അവൾ ആ മോനിയുടെ മുറി കയറി കിടന്നുറങ്ങുന്നു. ആ, അതാണ് വലിയ കാര്യം. നീ എന്താ പറഞ്ഞു? ആ, നമ്മുടെ മോള് കൈവിട്ട് പോയി. പാപ്പേട്ട, നീ പറഞ്ഞത് നേരാണോ ജാനകി? ഓ അതെ അതെ അതെ, അവളിപ്പോ പതിവായിട്ട് അവിടെ തന്നെ കിടക്കുന്നതെന്ന്. ഇന്ന് ഞാൻ ആ മോനിക്ക് കോഫിയും കൊണ്ട് പോയത് കൊണ്ട് നേരിട്ട് കാണാൻ പറ്റും. നീ അവനെന്തിനാ കോഫി കൊണ്ടുപോയത്? എന്താ നീ അവനെ മരുമകനായിട്ട് അംഗീകരിച്ചോ? എന്റെ പട്ടി അംഗീകരിക്കും. ഇന്നലെ അവൻ എടുത്ത ആ വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് കൈക്കലാക്കാൻ വേണ്ടിയാ ഞാൻ കോഫി കൊണ്ട് പോയത്. അപ്പൊ അവിടെ നമ്മുടെ മോള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ചോദിച്ചപ്പോ പറയാ അവളുടെ മുറിയിലെ AC വർക്കാവുന്നില്ലാന്ന്. പാപ്പേട്ട, എനിക്ക് ആലോചിക്കും തോറും നെഞ്ച് കിടന്ന് പടപടാന്ന് ഇടിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. നമ്മുടെ മോള് പറഞ്ഞാവും സത്യം. അവളുടെ റൂമില് AC വർക്കാവുന്നുണ്ടാവില്ല. ഓ, എന്നാ പിന്നെ അവക്ക് വേറെ വല്ല മുറിയിലും കിടക്കാൻ പാടില്ലേ? പാപ്പേട്ട, ദേ നമ്മുടെ പ്രതീക്ഷ എല്ലാം കൈവിട്ട് പോവുകട്ടോ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ആദ്യം അവന്റെ കയ്യിലുള്ള വീഡിയോ കൈക്കലാക്കാനുള്ള വഴി നോക്ക്. നോക്കട്ടെ. അല്ല പാപ്പേട്ട, അവൻ ഇനി ആ വീഡിയോയും കൊണ്ട് സൂര്യ കാണാൻ എങ്ങനെ പോയതായിരിക്കോ? അയ്യോ പാപ്പേട്ട, വന്നേ, നമുക്ക് അവൻ എവിടെ ഉണ്ടെന്ന് നോക്കാം. വാ വാ വാ. അയ്യോ. പാപ്പേട്ട, വന്നേ. വാ, വാ. എന്താണ്? നോക്കിയോ, പോലീസ്. പാപ്പേട്ട, ഇവന് നമ്മളെ ചതിച്ചെന്ന് തോന്നുന്നേ. അവൻ പോലീസിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായിരിക്കും അവൻ സംസാരിക്കുന്നത്? അവൻ വിളിച്ചു വരുത്തിയാവും ആ വീഡിയോ കൊടുക്കാൻ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. അങ്കിളെ, ആന്റി ഒന്നിങ്ങ വന്നേ. അല്ല
അല്ല സാറ് തന്നെ അങ്കിളിനോട് ചോദിച്ചോളൂ. അങ്കിളിനും ആന്റിക്കും ഉറപ്പായിട്ട് അറിയാൻ പറ്റും.